ആദ്യം നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ് അനസ്തേഷ്യ. സർജറിയുടെ സമയത്ത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതിരിക്കാനും വേദന അനുഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അനസ്തേഷ്യ ഉള്ളത്. ബോഡിയുടെ CPU ആയ ബ്രെയിനിലേക്കുള്ള സിഗ്നൽസ്, സന്ദേശങ്ങൾ നമ്മൾ താൽക്കാലികമായി തടയുകയാണ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ഉണ്ട്. ജനറൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ മൊത്തം മയക്കിയിട്ടുള്ള അനസ്തേഷ്യ. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ചില ഭാഗങ്ങൾ, ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം മരവിപ്പിച്ച് ചെയ്യുന്നത്. ഏത് ഭാഗമാണോ, കൈയാണോ കാലാണോ മരവിപ്പിക്കേണ്ടതെന്നനുസരിച്ചിട്ട് പല ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ഉണ്ട്. ലോക്കൽ അനസ്തേഷ്യ നമ്മൾ ചെറിയ ചെറിയ സർജറിക്ക് ഉപയോഗിക്കുന്നതാണ്. എവിടെയാണോ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് ആ സ്ഥലം മാത്രം മരവിപ്പിച്ച് ചെയ്യുന്നതാണ് ലോക്കൽ അനസ്തേഷ്യ. റീജിയണൽ അനസ്തേഷ്യ തന്നെ പല വിധത്തിലുണ്ട്. അത് സ്പൈനൽ അനസ്തേഷ്യ ഉണ്ട്, നടുവിന് സൂചി വെച്ച് കാല് മാത്രം മരവിപ്പിക്കുന്ന രീതിയിലുള്ള സർജറി. എപ്പിഡൂറൽ അനസ്തേഷ്യ ഉണ്ട്, പലതരത്തിലുള്ള ബ്ലോക്കുകളുണ്ട്. ഇനി സെഡേഷൻ കൊടുത്തിട്ടുള്ള അനസ്തേഷ്യയും ഉണ്ട്. ഇവിടെ ഉറങ്ങാനുള്ള മരുന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ആശയവിനിമയം നടത്തേണ്ട സാഹചര്യത്തിൽ നമുക്ക് ആശയവിനിമയം നടത്താനും സാധിക്കും. പ്രസവ വേദന കുറയ്ക്കാനുള്ള എപ്പിഡൂറൽ അനസ്തേഷ്യ ഉണ്ട്. അനസ്തേഷ്യ നൽകുമ്പോൾ നിങ്ങളുടെ ഹാർട്ടിന്റെ പ്രവർത്തനം, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, നിങ്ങളുടെ ഓക്സിജൻ, നിങ്ങളുടെ ശ്വാസം വലിയുടെ വ്യത്യാസങ്ങൾ, ഇവയെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നു. സർജറിയുടെ സമയത്തും സർജറിക്ക് ശേഷവുമുള്ള വേദന കൈകാര്യം ചെയ്യുന്നു. ഓരോ അനസ്തേഷ്യയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറയാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.